ബംഗാൾ കടുവ അങ്ങനെയാണ് മമതാ ബാനർജിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 15 വർഷം തുടർച്ചയായിട്ട് ബംഗാളിനെ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് നടന്നു. ഇപ്പോൾ ആ കടുവയെ പിടിച്ച കിടുവയായിട്ട് മമതാ ബാനർജിയുടെ കൂടെ നിന്നിരുന്ന ചില നേതാക്കൾ രംഗത്തേക്ക് വരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഋതബ്രത ബാനർജി TMCയുടെ ഔദ്യോഗികമായ നേതൃത്വം ഏറ്റെടുത്തു. പക്ഷേ മമതാ ബാനർജി അവർ പുറത്താക്കുകയൊന്നുമില്ല. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചീഫ് അഡ്വൈസറായിട്ട് അല്ലെ മെൻറ്ററായിട്ടൊക്കെ കൂടെ നിന്നോളൂ, അതിനപ്പുറത്തേക്ക് നേതാവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതായത് ആകെയുള്ള 80 പേരിൽ 59-60 പേര് ഇപ്പോൾ വേറൊരു ഗ്രൂപ്പായിട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നു, ഞങ്ങളാണ് ഒഫീഷ്യൽ TMC, നിങ്ങളുടെ കൂടെയുള്ള 20-22 പേരുണ്ടല്ലോ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരം കിട്ടുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർക്കൊപ്പം നിൽക്കുന്ന MP-മാരും സ്വാഭാവികമായിട്ടും BJPക്ക് വേണ്ടി ഡൽഹിയിൽ കൈപൊക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മമതാ ബാനർജി വീണ്ടും ഇന്ത്യ സഖ്യത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വരാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ വരുന്നു. പക്ഷേ DMKക്ക് അതിനോട് താല്പര്യമില്ല. അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ മമതാ ബാനർജി ഒരു ഒറ്റപ്പെട്ട കടുവയായിട്ടല്ല ആട്ടിൻകുട്ടിയായിട്ട് മാറി. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ മമതാ ബാനർജി എന്ന് പറഞ്ഞ ഫിഗർ നമ്മൾ 2014 ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി 2014 തോന്നുന്നു, അന്ന് UPA ആണ്. അതിനുശേഷം ഇന്ത്യ മുന്നണി ആകുന്ന സമയത്തും ഇവരൊരു എപ്പോഴും ഒരു റിബലായിരുന്നു. കാരണം അത് അങ്ങനെ റിബലായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിനകത്ത് ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ട് നിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള MP-മാരും MLA-മാരും ഒക്കെ ഉള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് ഇവരുടേതായ എപ്പോഴും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികളൊക്കെ മാനിച്ചു പോകണം, അല്ലെങ്കിൽ അവരോട് കൂടാത്തൊരവസ്ഥയുണ്ട്. പല ഘട്ടങ്ങളിലും ഇപ്പം ഇവർക്ക് ഈ അവസ്ഥ വരുന്ന സമയം വരെ നമ്മൾ നോക്കുമ്പം അവരൊരിക്കലും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അംഗീകരിക്കുന്ന ഒരു അവസ്ഥയില്ല. അവരുടെ ഇടത്ത് മറ്റു പല ഘടകകക്ഷികളും ഒരുപക്ഷെ UP-യിൽ ഈ പറയുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ അഖിലേഷ് യാദവ് കോൺഗ്രസിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കോൺഗ്രസിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിന് 3 ശതമാനം 4 ശതമാനം ഇപ്പൊ വോട്ടേ ഉള്ളൂ. DMKക്ക് തമിഴ്നാട്ടിൽ എന്തിനാ കോൺഗ്രസിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? മറ്റേ ലാലു പ്രസാദ് യാദവിന് കോൺഗ്രസിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സഖ്യം എന്നുള്ള രീതിയിൽ, ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ ആവശ്യമില്ലാത്തടത്ത് പോലും കൂടെ നിൽക്കുന്ന പാർട്ടികൾക്ക് സീറ്റ് കൊടുത്ത് അങ്ങനത്തെ ഒരു സഖ്യത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മമതാ ബാനർജിയുടെ ഇടത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവരല്ലാതെ മറ്റ് പല ആൾക്കാരുമായിട്ട് യാതൊരു രീതിയിലുള്ള കോംപ്രമൈസോ ചർച്ചയോ സീറ്റോ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. വേണമെങ്കിൽ ഞാൻ പറയുന്നത് കണ്ടു നിന്നോണം, സീറ്റൊന്നും തരാൻ പറ്റത്തില്ല, എന്നെ വേണേ അംഗീകരിച്ചോണം, ഈ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഇലക്ഷനോടുകൂടി മമതാ ബാനർജി എന്ന് പറയുന്ന ആൾ, ഈ സർവാധിപതി സ്വേച്ഛാധിപതി പറയുന്ന ആൾ പൂർണ്ണമായിട്ടും വീണു. അതായത് കഴിഞ്ഞ ഒരു 15 കൊല്ലത്തിന് ശേഷമുള്ള മമതാ ബാനർജിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമുമ്പ് ഈ മമതാ ബാനർജി എന്ന് പറയുന്ന ആളിന് ഒരുപക്ഷെ ജനാധിപത്യ സ്വഭാവവും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു നല്ല നേതാവായിട്ട് കാണേണ്ടി വരും. അതേ ഒരു പാറ്റേണിലാണ് കഴിഞ്ഞ 15 കൊല്ലം മമതാ ബാനർജി നമ്മൾ കണ്ടത്. പക്ഷെ കഴിഞ്ഞ 15 കൊല്ലം മമതാ ബാനർജിയെ പരിശോധിക്കുമ്പോൾ മമതാ ബാനർജി ആ സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളും ചില പ്രത്യേക താല്പര്യക്കാർക്ക് വേണ്ടി ആ സംസ്ഥാനത്തെ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരാളും ചില ആൾക്കാർക്ക് കാര്യങ്ങൾ, അതായത് ഇന്ത്യ വിരുദ്ധ സമീപനമുള്ള പ്രത്യേകിച്ചും ബംഗ്ലാദേശികൾക്ക് അവിടെ ഇടമുണ്ടാക്കുന്ന ഒരാളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവരെ ഭയന്നിരുന്നു അവരുടെ കൂടെ നിന്നവർ. ഒരുപക്ഷെ അവരെ എതിർത്താൽ അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കപ്പുറം സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരവസ്ഥ അതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്കും MLA-മാരായിട്ട് ഇരിക്കുന്നവർക്കും MP-മാർക്കും ഉണ്ടായിരുന്നു സിനുജി. അപ്പോൾ അതൊക്കെ ഇപ്പൊ വെളിയിൽ വരും. അപ്പം അതുകൊണ്ട് അവർ എതിർത്തിരുന്നില്ല. അതായത് MLA എന്ന് പറയുന്ന ആൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയോടെ ഇല്ല, MP എന്ന് പറയുന്ന ഒരാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. സ്വതന്ത്രമായിട്ട് അഭിപ്രായമോ നിലപാടുകളോ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനോ ദേശവിരുദ്ധ പ്രവർത്തനത്തിനോ ആ സംസ്ഥാനത്ത് നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കോ എതിരെ പ്രതികരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെ ഇസ്ലാമിസ്റ്റുകൾ കൃത്യമായിട്ട് മമതാ ബാനർജിയെ നിയന്ത്രിച്ചിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഇന്ത്യ ശക്തമായതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അവിടെ നടന്നില്ല. ഇന്ത്യക്കകത്ത് നിന്ന് ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ വിഭജിച്ച് അവർക്കൊരു രാജ്യം ഉണ്ടാക്കി ആ രാജ്യത്തെ കൂടി ഇന്ത്യക്കെതിരാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയും അത്തരത്തിലുള്ള താല്പര്യവും ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മമതാ ബാനർജി തന്നെ കണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മമതാ ബാനർജി തീർന്നപ്പോൾ
തോറ്റപ്പോൾ സ്വതന്ത്രമായിട്ട് അവിടെ ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയപ്പോൾ മമതാ ബാനർജി വീഴുകയും വീണ മമതാ ബാനർജി ഇനി ഒരിക്കലും ഇവിടെ കൂടെ നിന്നവരൊന്നും ആ താല്പര്യമുള്ളവരല്ല, രാജ്യ താല്പര്യമുള്ളവരായിരിക്കും, സംസ്ഥാന താല്പര്യമുള്ള അവരെ ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമേ ഇല്ലെന്നുള്ള രീതിയിലേക്ക് വന്നു. അല്ലെങ്കിൽ എങ്ങനെയൊന്നും പറ്റത്തില്ല. കാരണം 70 MLA 80 MLA വന്നാൽ എൻ്റെ പൊന്നു സിനുജി വൃത്തിയായിട്ടുള്ള പ്രതിപക്ഷം അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാം. കഴിഞ്ഞ പ്രാവശ്യം 77 പേരാണ് BJP കൊണ്ടുവന്നത്, ഇപ്പൊ 207 ആയില്ലേ. അപ്പൊ അത് ഒരു കുഴപ്പമില്ല. പക്ഷെ മമത വേണ്ട. മമത പശ്ചിമ ബംഗാൾ, കാരണം ഇന്ത്യയിലെ ഈ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് അറിയാവുന്നത്, ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്തോട് താല്പര്യമുള്ള, ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ സ്റ്റേറ്റ്, അല്ലെങ്കിൽ തലസ്ഥാനം പോലും അവിടെ വേണമെന്ന് ആലോചിക്കാൻ അത്രയ്ക്ക് പ്രബുദ്ധ ആ സ്റ്റേറ്റാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക്. ഇന്ത്യക്കെതിരെയുള്ള താല്പര്യക്കാർക്ക് കൂടാൻ പറ്റുന്ന ഇടം, ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരിടം. ഇപ്പം സിനു പറഞ്ഞതുപോലെ ഇവർ വീണതിന് ശേഷം പൊങ്ങാൻ പറ്റുന്നില്ല. അപ്പം അവർ CPM-നെ തിരക്കുന്നു, കോൺഗ്രസിനെ തിരക്കുന്നു, ഘടകകക്ഷി അവരാരും കൂടിയില്ല. അവർക്ക് കൂടെ വേണ്ട. പിന്നെ ഇന്ത്യ മുന്നണിയിലെ തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്ന യോഗത്തിന് താല്പര്യമെടുക്കുന്നു. അപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ല. കാരണം ഇനിയും മമതയും കൊണ്ട് കാര്യമില്ല. മമതയെ അംഗീകരിക്കുന്ന ഒരു ഇടം പശ്ചിമ ബംഗാളിലില്ല. അവരെ ഇനിയും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പ്രായവും അല്ലെങ്കിൽ പ്രാപ്തിയും ഒക്കെ നഷ്ടപ്പെട്ടു വരുന്നത്. അപ്പം അതുകൊണ്ട് മമതാ യുഗം ചരിത്രമാകുന്നു എന്ന് വേണം നമുക്ക് വിചാരിക്കാം. ഇപ്പൊ ഈ മമതാ ബാനർജി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ശരിക്കും അവർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടില്ല. അപ്പൊ ജനപ്രതിനിധി അല്ലാത്തതുകൊണ്ട് ഇവർക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന നിലവിൽ അവിടുത്തെ ജനപ്രതിനിധി പറയുകയാണ് ഞാൻ രാജിവെക്കാം, എന്നിട്ട് മമതയെ അവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്ഥാനത്യാഗം നൽകിയിട്ടാണെങ്കിലും മമതാ ബാനർജിക്ക് ഒരു ജനപ്രതിനിധി എന്ന പദവി കിട്ടിയാൽ ഈ നഷ്ടപ്പെട്ടുപോയ TMCയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബംഗാൾ ജനതയുടെ വികാരം കൂടി നോക്കണം. ഈ 15 വർഷക്കാലവും ബംഗാൾ ജനതയെ ഭരിച്ച മമതാ ബാനർജി എല്ലാവരും ദീദി എന്ന് വിളിച്ച് പിന്തുണച്ച് നിൽക്കുമ്പോൾ ആ നിന്നത് മുഴുവൻ ബംഗാളിലെ യഥാർത്ഥത്തിൽ വേരുകളുള്ള ജനങ്ങളല്ല. ഇത് ബംഗ്ലാദേശിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് നുഴഞ്ഞു കയറിക്കൊണ്ട് വന്ന സ്ത്രീകളാണ്, മുസ്ലിങ്ങളാണ്, പുരുഷന്മാരാണ്. ഇവർക്കെല്ലാം തന്നെ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ഈ ബംഗാളിൽ എന്താ പറയുക, റേഷൻ കാർഡ് കൊടുക്കും, തിരിച്ചറിയൽ കാർഡ് കൊടുക്കും, അവരെ ജനങ്ങളായിട്ട് അംഗീകരിക്കും, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. ബംഗ്ലാദേശിൽ മുഴുപട്ടിണിയാണ്. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് CPM-ന്റെ ഭരണകാലത്ത് വന്നു, പിന്നീട് അവർ TMCയുടെ ഭരണകാലത്ത് വന്നു. അപ്പോഴൊക്കെ എന്ത് ചെയ്തു? ഇവരെ വോട്ട് ബാങ്കായിട്ട് നിലനിർത്തി ഈ യഥാർത്ഥ ബംഗാളി ജനതയെ അടിച്ചമർത്തി മമത ഭരിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം CPM-ന്റെ കാലത്ത് ഗുണ്ടകളാണ് അവിടെ ഭരിക്കുന്നത്. CPM കഴിഞ്ഞ് TMC ഭരണത്തിൽ വന്നപ്പോൾ ഇതേ CPM ഗുണ്ടകൾ TMCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് TMC ഗുണ്ടകളെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഗുണ്ടാ പിരിവ് ചോദിച്ചു മേടിച്ചു. അപ്പോൾ ഭരണകൂടം, പോലീസ് അതിനെ എതിർത്തില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇങ്ങനെ പണം മേടിച്ച് TMCയുടെ ഗുണ്ടകളെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്നു. എന്തിന്? അഭിഷേക് ബാനർജി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ അനന്തരവന് പോലും ഇത്തരത്തിൽ ചെരുപ്പേറും മുട്ടയേറും ഒക്കെ ഏൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവിടുത്തെ ഗുണ്ടാപ്പണി ഇനി നടക്കില്ല. പക്ഷേ അപകടകരമായ മറ്റൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ TMCയിൽ ഗുണ്ടാപ്പണി ചെയ്തവർ എവിടെ പോകും? ചത്തുപോയതില്ലല്ലോ. അവർ സ്വാഭാവികമായിട്ടും BJPയിലേക്ക് വരും. അതായത് കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജിയെ മർദ്ദിച്ചവരിൽ TMCയിലെ പഴയ ഗുണ്ടകൾ ഉൾപ്പെടെയുണ്ട്. അവരിനി അടുത്ത BJPയുടെ ഗുണ്ടകളായിട്ട് മാറും. അത് കൃത്യമായിട്ട് സുവേന്ദു അധികാരി സർക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ TMC എന്താണോ ബംഗാളിൽ കാണിച്ചത് അത് തന്നെ BJPയിലെ ഒരു വിഭാഗം ചെയ്യും. കാരണം ഇത് ഇത്രയും വലിയ സ്റ്റേറ്റ് അല്ലേ, 208 MLA-മാരൊക്കെ ഉള്ള BJPയുടെ സ്റ്റേറ്റിൽ ഇവർ നുഴഞ്ഞു കയറി പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തിയാൽ ഇവർ ഇതേ ഗുണ്ടാപ്പിരിവായിട്ട് വരും. അതൊക്കെ കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ടാണ് മമതാ ബാനർജിയോട് പറയുന്നത് നിങ്ങൾ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പോകാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക തലത്തിലേക്ക് വരുന്നത് ഏതാണ്ട് 59-60 MLA-മാരുള്ള ഋതബ്രത ബാനർജി മാത്രമാണ്. ഇയാൾ പഴയ SFI-കാരനാണ്. ഇയാളെ SFI-യിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്നിട്ട് TMC വന്നാണ്. അപ്പോൾ ഇയാൾക്ക് തന്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയാം. SFI-യുടെ CPM-ന്റെ തന്ത്രം അറിയാം, TMC കളിച്ചിട്ട് മമതയുടെ തന്ത്രം അറിയാം. ഇപ്പം മമത വെറുക്കപ്പെട്ട വ്യക്തിയായപ്പോൾ ഇയാൾ കൃത്യമായിട്ട് പോസ്റ്റ് മാറ്റി ഞാൻ പ്രതിപക്ഷ നേതാവുന്നു. അപ്പോഴും മമതയെ തള്ളി പറയുന്നില്ല, ഞങ്ങളുടെ മെന്റർ ആയിരിക്കും. അപ്പോൾ കൂടെ നിർത്തുന്നു എന്നൊരു ഫീല് ചെയ്യിച്ചിട്ട് ഞങ്ങളാണ് യഥാർത്ഥ TMC എന്ന നിലയിൽ ബംഗാളിൽ മുന്നേറ്റം നടത്തിയാൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ ഈ പറയുന്ന BJP സർക്കാർ ശ്രമിക്കും. ഇനി 2, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ ഒരു പദവിയില്ലല്ലോ, ഇനി ഞാൻ വരാം ഇന്ത്യയുടെ മുന്നണിയുടെ തലപ്പത്തേക്കെന്ന് സ്വാഭാവികമായിട്ട് ഇവർ ശ്രമിക്കും. പക്ഷേ അഖിലേഷ് യാദവോ ഈ പറയുന്ന സ്റ്റാലിനോ രാഹുൽ ഗാന്ധിയോ ഒന്നും ഇനി മമതയെ അംഗീകരിക്കില്ല. കാരണം പല്ല് കൊഴിഞ്ഞ സിംഹം അതായിരിക്കുന്നു മമതാ ബാനർജി എന്ന് പറയാം. നമുക്ക് അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഇപ്പം ഇതൊക്കെ പൊളിറ്റിക്സ് ആണെങ്കിലും മമതാ ബാനർജിയുടെ ബേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. മമതാ ബാനർജി ആരാണ്? മമതാ ബാനർജി എന്താണ്? മമതാ ബാനർജിയുടെ നമ്മുടെ പറയത്തില്ലേ അച്ഛനും അമ്മയും അതിനെപ്പറ്റി തിരക്കൊണ്ടിരിക്കും. ഇവർക്ക് ബംഗ്ലാദേശുമായിട്ട് ബന്ധമുണ്ട്, ഇവർ അവിടുന്ന് വന്നതാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ബാനർജി അങ്ങ് മനസ്സിലാവുന്നത് ബ്രാഹ്മിൻസ് എന്ന് പറയും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അതിർത്തി സംസ്ഥാനത്തെ ഒരു രാജ്യമാക്കാൻ, ആ
സ്വന്തമാക്കാൻ അവരങ്ങനെയാണല്ലോ അതെ, അതെ, ഭരിക്കുന്നത്. അതെ. സുപ്രീം കോടതി ഇല്ല, ഒരു ബംഗാൾ രാജ്യം. അല്ല, അതിനുവേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നുണ്ടോ, രാജ്യവിരുദ്ധ പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം വരുന്നുണ്ട്. കഴിഞ്ഞ 37 കൊല്ലം ഭരിച്ചപ്പോൾ 30 ലക്ഷം പേര് മരിച്ചവരും പിന്നെ അറിഞ്ഞ്. ഇനി മമതാ ബാനർജിയുടെ 15 കൊല്ലത്തെ ചരിത്രം, ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ടുള്ള കാര്യം, ഇതൊക്കെ ഒരു പക്ഷേ ഇന്ത്യയെ ഒറ്റുന്നതിന് വേണ്ടി നിന്നുകൊടുത്ത ഒരു സംസ്ഥാനവും അതിൻ്റെ ഭരണാധികാരിയുമായിരുന്നു നാളെക്കാലത്തെ മമതാ ബാനർജി രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ കുറ്റത്തിന് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കുറ്റത്തിന് അകത്ത് പോകുമോ എന്ന് പോലും വിചാരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ തിരയുന്നു പുതിയ സംവിധാനം എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.